നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഭ്രാന്ത് പിടിക്കുക. അയാൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഇറാൻ അമേരിക്കയുടെ വഴിക്ക് വരുന്നില്ല. സാധാരണഗതിയിൽ ലോക രാജ്യങ്ങൾ, ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളെ, പാവപ്പെട്ട രാജ്യങ്ങളെയൊക്കെ ട്രംപോ അമേരിക്കയോ ഇസ്രായേലോ ഒക്കെ ചെന്ന് തോണ്ടാണെന്നുണ്ടെങ്കിൽ അവരുടെ വഴിക്ക് കുറച്ചൊക്കെ വരും. കാരണം വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ഇറാൻ അങ്ങനെ വരുന്നില്ല. ഇറാൻ വരാത്തതിന് പ്രത്യേകിച്ച് കാരണമുണ്ട്. ഇറാനോട് പറഞ്ഞ എന്താണ്? ഇതിനുള്ളിൽ വെടിനിർത്തൽ ഉണ്ടാക്കിയപ്പോൾ, ആദ്യത്തെ തവണ വെടിനിർത്തിയപ്പോൾ ഇറാന്റെ മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്വത്തുക്കളെല്ലാം തിരിച്ചു കൊടുക്കുക. 40 കൊല്ലമായി. 40 കൊല്ലത്തിലേറെയായി ഇറാനോട് ഉപരോധം അമേരിക്കയും മറ്റ് സഖ്യരാജ്യങ്ങളും എല്ലാം നടത്തിയിട്ട്, ലോകരാജ്യങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട്. അതായത് 40 വർഷത്തോളമായിട്ട് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഇടപാടല്ല, സ്വന്തമായി നട്ടുല്ലുയർത്തി നിൽക്കുകയാണ്. അതായത് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ ശക്തി എന്താണ്, അവരുടെ വളർച്ച എന്താണ് എന്ന് അറിയാതെ അവരോട് കയറി ഏറ്റുമുട്ടി. എന്നിട്ട് അതിൽ നിന്ന് തടിയൂരാനായി അവർക്ക് വാഗ്ദാനം കൊടുത്തു. ആ വാഗ്ദാനത്തിൽ ഒന്നാണ്, കഴിഞ്ഞ 40 വർഷമായിട്ട് നിങ്ങൾ ഉപരോധത്തിലല്ലേ, നിങ്ങളുടെ കുറെ സ്വത്തുക്കൾ വിദേശത്ത് പല രാജ്യങ്ങളിലായി കിടക്കുകയല്ലേ, ആ പണം, ആ സമ്പത്ത് നിങ്ങൾക്ക് തിരികെ തരുന്ന കാര്യം ഞങ്ങൾ ആലോചിക്കാം, നിങ്ങളൊന്ന് വെടിനിർത്ത്. പിന്നെ നിങ്ങൾ സുഹൃത്ത് രാജ്യമായിട്ടുള്ള ലബനനും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം നമുക്ക് നിർത്താം. നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് സാവകാശം പറഞ്ഞു തീർക്കാം. തൽക്കാലം വെടിനിർത്ത്, നമുക്ക് ചർച്ച ചെയ്യാം, ഇരിക്കാം, ഒരു മേശയ്ക്കൊപ്പം ഇരിക്കാമെന്ന്. അമേരിക്കയുടെ ഈ നിലപാട്, ട്രംപിന്റെ നിലപാട് ശരിയല്ല എന്നും അയാൾ അതിൽ ഉറച്ചു നിൽക്കില്ല എന്നും ഇറാൻ അറിയാം. പക്ഷെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇറാന് ഒരു നിലപാടുണ്ട്, അല്ലെങ്കിൽ ഇറാന്റെ ഒരു അഭിമാനമുണ്ട്. അവർ വാക്ക് മാറ്റുന്നവരല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുരുതി കൊടുക്കാൻ പോകുന്നവരല്ല എന്ന് മറ്റുള്ളവരെ രാജ്യങ്ങളെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഇറാനുണ്ട്. അതുകൊണ്ട് ഇറാൻ അത് സമ്മതിച്ചു. എന്നാൽ ട്രംപ് ചെയ്തത് എന്താണ്? ഇറാന്റെ സ്വത്തുവകകൾ തിരിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചെല്ലുകയും ചെയ്തു. മാത്രമല്ല, ലബനൻ ഈ കരാറിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലബനാനെ അടിക്കാനും തുടങ്ങി. അവസാനം ഇറാൻ ഇറങ്ങി വീണ്ടും തുടങ്ങും എന്നുള്ളൊരു നില വന്നപ്പോഴാണ് ഗതിമുട്ടി ഇസ്രായേലിനോട് ലബനാൻ അടിക്കണ്ട എന്ന് പറഞ്ഞ് നിർത്തിച്ചേക്കണം. അതായത് കരാറുകൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, വാഗ്ദാനമായി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, വാക്കുകൾ കൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ ട്രംപ് ലംഘിച്ചു. അതും പോരാഞ്ഞ് ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കും. ഇറാന്റെ മേൽ ഭീഷണിയാണ്. ഇപ്പൊ പുതിയ കരാർ വരണം, പാകിസ്ഥാനിൽ പോയി ഇറാൻ ചർച്ച നടത്തണം, അതിനുവേണ്ടി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. മര്യാദയ്ക്ക് വിളിക്കല്ല, ഭീഷണിപ്പെടുത്തുന്നു. ഇറാന്റെ മേൽ കുതിര കയറുന്നു. ഇപ്പൊ എന്തേ കടൽക്കൊള്ള, സോമാലിയൻ കൊള്ളക്കാരെ നാണിപ്പിക്കുന്ന വിധം അമേരിക്ക പെരുമാറിക്കൊണ്ടിരിക്കുന്നു. ഇറാന്റെ 3 കപ്പലുകൾ ഇപ്പോ അമേരിക്ക കൊള്ളയടിച്ചു എന്നാണ് അറിയുന്നത്. അമേരിക്ക കപ്പലടക്കം കൊള്ളയടിച്ചു, ജീവനക്കാരെ വിട്ടയച്ചു എന്ന് പറയുന്നുണ്ട്, അല്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും കൊള്ളയടിച്ചിട്ടുണ്ട്. സോമാലിയൻ കൊള്ളക്കാരെക്കാളും നാണിപ്പിക്കുന്ന വിധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പെരുമാറുമ്പോൾ ഇറാൻ ചോദിക്കുന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഞങ്ങൾ ആരെ വിശ്വസിച്ചാണ് ചർച്ചയ്ക്ക് ഇരിക്കേണ്ടത്? ഇയാൾ വിശ്വസിക്കാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ ആ പരിപാടിക്കില്ല, ഞങ്ങൾ ഇതേ തിരിച്ചടി തുടങ്ങാൻ പോവുകയാണ്, ഞങ്ങളുടെ മേത്തേക്ക് കയറാൻ തുടങ്ങി, നിങ്ങൾ വീണ്ടും കയറാൻ തുടങ്ങി, ഇനി ഞങ്ങൾ അടി തുടങ്ങാൻ പോകണം, വലിയ തിരിച്ചടി ഞങ്ങൾ തരും എന്ന് ഇറാൻ പറയുന്നുണ്ട്. അപ്പൊ എന്തേ ട്രംപിന് വീണ്ടും പേടി, വിറയൽപ്പനി. എന്നിട്ട് ആ വിറയൽപ്പനിയും ആ പേടിയും മാറ്റാൻ വേണ്ടിയിട്ട് സമവായത്തിലൂടെ അല്ലെങ്കിൽ മര്യാദകളുടെ വർത്തമാനത്തിലൂടെ അത് പരിഹരിക്കാൻ നോക്കുകയല്ല, വീണ്ടും ഭീഷണി. ഞങ്ങൾ അത് ചെയ്യും, ഇത് ചെയ്യും, മറ്റത് ചെയ്യും, മറിച്ചത് ചെയ്യും. ഇറാൻ ന്യായമായി ചോദിക്കുന്നത്, എന്തിനാണ് ഈ കൊള്ളക്കാരുമായിട്ട് ചർച്ചയ്ക്ക് പോകുന്നത്? ഈ കടൽ കൊള്ളക്കാരുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തുന്നതിനാ? വാക്കിന് വിലയില്ലാത്തവന്മാരുമായിട്ട് എന്തിനാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് പോകുന്നത്? വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നവരുമായിട്ട് എന്തിനാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് പോകുന്നത്? ഇറാനെ സംബന്ധിച്ചിടത്തോളം 40 കൊല്ലമായി ഉപരോധം നേരിട്ട് കൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നത് കൊണ്ട് അവർക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല. അവർക്ക് ചർച്ചയുടെ ആവശ്യമില്ല. അതായത് ഇറാൻ ഇങ്ങനെ തന്നെ ജീവിച്ച്, ആരുടെ സഹായമില്ലാതെ, ആരെയും സാറേ എന്ന് വിളിക്കാതെ ജീവിച്ച് ശീലമായി കഴിഞ്ഞ രാജ്യമാണ്. അത് മാത്രമല്ല, ഒരു ഭരണാധികാര നേതൃത്വം ഇല്ലെങ്കിൽ കൂടി ആ രാജ്യത്തിന്റെ സത്ത കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിലനിൽക്കും എന്ന് ചരിത്രത്തിന് ഇപ്പൊ കാണിച്ചു കൊടുത്ത ഒരു രാജ്യമാണ്. അങ്ങനെയുള്ള രാജ്യത്തിന്റെ മേലെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യം നടത്താമെന്ന് ട്രംപ് വിചാരിച്ച് നടക്കും? 40 കൊല്ലത്തിലധികമായി ഉപരോധത്തിലായിരുന്ന ഒരു രാജ്യം, നാട്ടുകാരുടെ പണി മുഴുവൻ കെട്ടിക്കൊണ്ടിരുന്ന രാജ്യം, ലോകരാജ്യങ്ങളൊക്കെ ബഹിഷ്കരിച്ചുകൊണ്ടിരുന്ന രാജ്യം, അവരൊക്കെ അതിനെയൊക്കെ അതിജീവിച്ചു കൊണ്ടെന്ന് അമേരിക്കയും ഇസ്രായേലിനെയും ഒക്കെ വെല്ലുവിളിക്കുന്ന, ലോകത്തെ വൻ ശക്തികളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അവരെ തറപ്പറ്റിക്കാൻ, അവരുടെ അത്യന്താധുനിക സംവിധാനങ്ങളെ ഒക്കെ തറപറ്റിച്ചുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇനി അവർക്ക് എന്താ പേടിക്കാനാ? ആരെ പേടിക്കാനാ? എന്നാൽ അമേരിക്കയുടെ അവസ്ഥ അതല്ല, ട്രംപിന്റെ അവസ്ഥ ഇതല്ല. ഹോർമൂസിന്റെ ആ പാതയിലൂടെ എണ്ണ കടന്നു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലോകം നിശ്ചലമാകുന്ന ഒരു സാഹചര്യം വരും. ലോകത്തിന്റെ ഒഴുക്ക് അങ്ങോട്ട് കുറയും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഇവിടെ പറയുന്നത്, ഇറാൻ അവിടെ പാകിയിട്ടുള്ള മൈനുകൾ നീക്കം ചെയ്യാൻ ചുരുങ്ങിയത് ഒരു 5-6 മാസം സമയം എടുക്കും എന്നാണ് പറയുന്നത്, അമേരിക്ക പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ 6 മാസം സമയം എടുക്കുന്നുണ്ടെങ്കിൽ അമേരിക്ക ഇല്ല, തീർന്നു. അതുകൊണ്ട് തന്നെ ഇറാനുമായി ചർച്ച നടത്തേണ്ടത്, ആ ചർച്ച നിലനിൽക്കേണ്ടത്, കാര്യങ്ങൾ തീരുമാനമാകേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്.
ഇറാന്റെ ആവശ്യമല്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ചർച്ചയുടെ ആവശ്യമേ ഇല്ല. സ്വന്തം രാജ്യം നിലനിൽക്കണോ വേണ്ടത് അമേരിക്ക തീരുമാനിക്കട്ടെ. ഇറാൻ നിലനിൽക്കുന്ന കാര്യത്തിന് സംശയമില്ല. 10-40 കൊല്ലമായിട്ട് അവരത് തെളിയിച്ചതാണ്. ഏതായാലും അമേരിക്കയുടെ കൊള്ളയ്ക്കും ഭീഷണിക്കും അതിന് വഴങ്ങാൻ ഞങ്ങളില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലേക്ക് ഇറാന്റെ പ്രതിനിധികൾ പോകാത്തത്. ആരും പോയിട്ടില്ല. 2026 ഏപ്രിൽ മാസം അവസാനിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് തീരുമാനിക്കാം. അമേരിക്കയുടെ അന്ത്യം, നിലവിലുള്ള അപ്രമാദിത്വത്തിന്റെ ആ അന്ത്യം, അതിന് തുടക്കം കുറിച്ചു എന്ന് പറയാം. അമേരിക്ക തകരാൻ തുടങ്ങുന്നു. അതായത് ഇറാനെ വില കുറച്ചുകൊണ്ട് 4 ദിവസം കൊണ്ട് ഇറാനെ അങ്ങ് തീർത്തു കളയാം എന്ന് കരുതി കയറി അടിക്കാൻ തോന്നിയ ആ നിമിഷത്തെ ഉണ്ടല്ലോ, ആ നിമിഷത്തെ ട്രംപ് ശപിച്ചുകൊണ്ട് കഴിഞ്ഞു പോകുന്ന മണിക്കൂറുകളും ദിവസങ്ങളുമാണ് ഇപ്പൊ നടന്നു പോകുന്നത്. പക്ഷെ ഭ്രാന്ത് പിടിച്ചുകൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് ഇറാന്റെ കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയല്ല, അവിടെയും അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരുടെ മുതലുകൾ കൊള്ളയടിച്ചുകൊണ്ട് അവരെ നിലക്ക് നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ട്രംപിന്റെ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു എന്നതിന്റെ തെളിവാണ്. Different angles. Don't forget to subscribe and support this channel.